ഇതേ ഇത്തിരി ചെറുപയറാണ്. ഞാനിതൊന്ന് തോരൻ വയ്ക്കാനായിട്ട് ഞാൻ പോവുകയാണ്. ഇത് ഞാൻ കാണിക്കുന്നത് എന്തോന്നെന്ന് വെച്ചാൽ, എനിക്കിന്ന് കാപ്പിയാണെങ്കിൽ ഇഡ്ഡലിയാണേ. അപ്പോൾ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ പയറും കൂടെ ഞാനൊന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണേ. സമയലാഭവും ഗ്യാസ് ലാഭവും ഒക്കെ അതിന് വേണ്ടിയിട്ടാണ്. ഞാനത് കാണിച്ചു തരാമേ. ഞാനൊന്ന് ഇഡ്ഡലി കുട്ടമൊന്ന് അടുപ്പി വെച്ച് വെള്ളം ഒഴിച്ച് ഈ പയറും വെച്ച് ഞാനൊന്ന് ഇഡ്ഡലി തട്ടും വയ്ക്കട്ടെ. ഇതാ ഞാൻ വെള്ളമൊക്കെ വെച്ചിട്ട് ഇഡ്ഡലി കുട്ടവും വെച്ച് ഇതൊന്ന് ഞാനൊന്ന് അടച്ചു വയ്ക്കട്ടെ. താണ്ട അടച്ചു വെച്ചു. ഇനി ഇഡ്ഡലി തട്ടെടുത്ത് വെച്ചിട്ട് ഞാൻ ഇഡ്ഡലി കോരി ഒഴിക്കട്ടെ. ഇതാ ഇഡ്ഡലിയൊക്കെ വാങ്ങി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്നിരിക്കുവാണേ, ഇത് ചൂടാണേ. ഒരു 2 മിനിറ്റ് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാവേ. ഇതാ ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതാ കണ്ടോ, അടിപൊളിയായിട്ട് പയർ വെന്തിരിക്കുന്നു. ഇനി ഇതിൽ കൂട്ടമിട്ട് ഒരല്പം കടുതളിച്ചെടുത്താൽ മതി. പയർ തോരൻ റെഡി. അപ്പം നിങ്ങളെല്ലാ പേരും പയറായാലും പരിപ്പായാലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. ബായ്.